റഹ്മത്തിന്റെ 10 കഴിഞ്ഞു. ഈ റഹ്മത്ത് കിട്ടിയോ എന്ന് തിരിച്ചറിയാൻ എന്താ മാർഗം? അല്ലാഹു തആല ദുനിയാവില് അങ്ങനെ ഒരു അളവ് പോലും വെച്ചിട്ടില്ല. പിന്നെ റഹ്മത്ത് കിട്ടിയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? നിന്റെ ഭാര്യയോട് നീ കരുണ കാണിച്ചോ? നിന്റെ മക്കളോട് നീ കരുണ കാണിച്ചോ? നിന്റെ ജോലിക്കാരനോട് നീ കരുണ കാണിച്ചോ? നിന്റെ തൊഴിലാളിയോട് നീ കരുണ കാണിച്ചോ? നിന്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോട് കരുണ കാണിച്ചോ? അർറാഹിമൂൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യർഹമിന്നാസ് വലാ യർഹമില്ലാഹു വലാ യർഹമിന്നാസ്. ജനങ്ങളോട് കരുണ കാണിക്കാത്തവന് അല്ലാഹു കരുണ കാണിക്കൂല. അപ്പൊ ആദ്യത്തെ 10 റഹ്മത്ത് കിട്ടിയോ എന്ന് തിരിച്ചറിയാനുള്ള വഴി ഏതാ? നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിച്ചോ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി രണ്ടാമത്തെ 10 മഗ്രിബിന് തീർന്നല്ലോ, അസറിന് തീർന്നല്ലോ, അത് പാപമോചനത്തിൻ്റെതാണ്. ഈ പാപമോചനം നമുക്ക് കിട്ടിയോ എന്ന് തിരിച്ചറിയാൻ എന്താ വഴി? നീ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തോ? എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോ അയാൾക്ക് പുറത്തു കൊടുത്തോ? എന്തെങ്കിലും അയാൾ അവന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് നീ അവന് മാപ്പ് കൊടുത്തോ? മാപ്പ് കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിനക്ക് എങ്ങനെ മാപ്പ് തരും? അപ്പൊ മഗ്ഫിറത്ത് കിട്ടിയോ എന്നും അറിയാൻ ഇത് തന്നെ വഴി. ഇനി മൂന്നാമത്തെ 10ലേക്ക് വന്നു. ഏതാ? നരകമോചനത്തിന്റെ 10. ഈ നരകമോചനത്തിന്റെ 10, നരകം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാ? തീ കൊണ്ട്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു വസ്തു എന്താ? ശൈത്താൻ. ശൈത്താന്റെ സ്വഭാവം എന്താ? കോപം. കോപം സൃഷ്ടിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? തീ കൊണ്ടാണ്. അപ്പോ ഈ കോപം നമ്മളിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിഞ്ഞോ എങ്കിൽ ഈ 10ൽ നമ്മൾ നരകമോചിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടും. നമുക്ക് മറ്റുള്ളവരോട് ദേഷ്യമില്ല, പകയില്ല, കോപമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നരകമോചിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇടയിൽ തന്നെ കുറെ അടയാളങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. അല്ലാഹു മനസ്സിലാക്കാനും ഇതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അഅറാഫ്, സൂറത്തു ആലി ഇംറാനിൽ കുറച്ച് ദുആ ഞാൻ വിട്ടിട്ടുണ്ട്. ചെറിയ ചെറിയ ദുആകളുടെ കഷ്ണങ്ങളാണ്. അതൊക്കെ ഇനി വരുന്ന ദുആകളിലോ കഴിഞ്ഞു പോയ ദുആകളിലോ ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടും വിശദീകരണങ്ങൾ കുറഞ്ഞതുകൊണ്ടും നമുക്ക് തീർത്ത് പറയാൻ കഴിയാത്തതിന്റെ പേരിലും ചില ദുആകൾ ഞാൻ വിട്ടിട്ട് അൽ അഅറാഫ് എന്ന അധ്യായത്തിലെ ഒരു ദുആ ഞാൻ ചോദിക്കട്ടെ. ലോകത്ത് ഭൂമിയിൽ വെച്ച് ഒരു മനുഷ്യൻ ചെയ്ത ആദ്യത്തെ ദുആ ഏതെന്നറിയോ? അത് പഠിക്കണം. നമ്മളെ പോലെയല്ല, മറ്റുള്ള മതവിഭാഗ ആളുകളൊക്കെ ഇതൊക്കെ പഠിക്കുന്നവരാണ്. ഈ ജനറൽ നോളജ് ഇപ്പൊ അവർക്ക് ഭയങ്കരമായ ബുദ്ധിയും പഠിക്കാനുള്ള താല്പര്യമൊക്കെയാണ്. ഏതെങ്കിലും വണ്ടിയിലും ബസ്സിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചിട്ട് കൂട്ടുകാരുടെ ഇടയിൽ വെച്ചിട്ട് ഭൂമിയില് ആദ്യത്തെ പ്രാർത്ഥന ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടെങ്കിൽ 5 നേരം പള്ളിയിൽ വരുന്ന നമ്മള് വയലുകൾക്ക് ഒരു കുറവുമില്ല. സുബഹി കഴിഞ്ഞ ക്ലാസ്, ഇശ കഴിഞ്ഞ ക്ലാസ്, അപ്പൊ ഇങ്ങനെയൊക്കെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുമ്പോ നമുക്ക് ഉത്തരം മുട്ടിപ്പോയാൽ അത് മോശമാണ്. അതുകൊണ്ട് പഠിച്ചു വെച്ചോളി. നിങ്ങൾക്ക് അറിയുന്നതാണ്, നിങ്ങളുടെ മൈൻഡിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. ഭൂമിയിൽ ആദ്യമായി ഒരു മനുഷ്യൻ ചെയ്ത പ്രാർത്ഥന ഏത് പ്രാർത്ഥനയാണ്? ആ പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ട പ്രാർത്ഥന. ഭൂമിയിൽ ആദ്യമായിട്ടൊരു മനുഷ്യൻ ചെയ്ത പ്രാർത്ഥന. ഇന്നലകളിൽ ഒരുപാട് ദുആകൾ നമ്മൾ പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ കഅബ നിർമ്മാണത്തില്, അതുപോലെ തന്നെ പല പല ഘട്ടങ്ങളിലും വന്ന ദുആ പറഞ്ഞു. എന്നാൽ ഈ ചരിത്രത്തിൽ ഭൂമിയിൽ ആദ്യമായിട്ട് ദുആ ചെയ്ത ദുആ മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാം, അവിടുത്തെ പ്രിയപ്പെട്ട പത്നി ഹവ്വ റളിയല്ലാഹു അൻഹ, 2 പേര് ചെയ്ത ദുആയാണ്. ഭൂമിയിലെ ആദ്യത്തെ ദുആ അതാണ്. ഏതാ ദുആ എന്നറിയോ? അവർ 2 പേരും സ്വർഗ്ഗത്തിൽ നിന്ന് അല്ലാഹു തആല പുറത്താക്കി. ഇനി തിരിച്ചു കയറണമെങ്കിൽ തൗബ ചെയ്യണം. നിബന്ധന അല്ലാഹു വെച്ചു. ആ തൗബയുടെ വാചകങ്ങൾ ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തി, അല്ലേ? ഫതലഖാ ആദമു മിൻ റബ്ബിഹി കലിമാത്തി. അല്ലാഹു തആല ചില കലിമത്തുകൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഹവ്വ ബീവിക്കും ആദം നബിക്കും. അത് വെച്ചിട്ട് ദ്വാരന്നോളാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ദുആ ചെയ്താൽ തിരിച്ച് നിങ്ങൾക്ക് തറവാട്ടിൽ വരാം. ചെറിയ കാര്യമല്ല. വാപ്പ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നിട്ട് വാപ്പ പറയാണ് ഇന്ന കാര്യം ചെയ്താൽ നിനക്ക് തിരിച്ചിവിടെ വരാം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് എന്തുമാത്രം പ്രസക്തി ഉണ്ടാവും? ആദം നബിയും ഹവ്വ ബീവിയും പുറത്താക്കപ്പെട്ടിട്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് ചില വാചകങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലിക്കോ എന്നാ തിരിച്ചിവിടെ വരാം.
അങ്ങനെ രണ്ടുപേരും ചൊല്ലി. ആ ചൊല്ലിയ ദുആയാണ് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പഠിപ്പിക്കുന്ന ദുആ. അതാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ ദുആ ചെയ്തത്. ഏതാണ് ആ ദുആ എന്നറിയോ? ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇതിൽ എന്തൊക്കെയുണ്ടെന്നറിയോ? ഇതിനെ നമ്മൾ ഇങ്ങനെ കീറി പരിശോധിച്ച് നോക്കിയാൽ അത്ഭുതങ്ങളാണ്, സിറുകൾ. നിങ്ങൾ നോക്ക്, ഒരു മനുഷ്യന്റെ ദുആ സ്വീകരിക്കാനുള്ള 4 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് മുതൽ ദുആയുടെ രാവുകളാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ദുആനൊക്കെയുണ്ട്. ആ ദുആകൾ ഇങ്ങനെ ചെയ്യുമ്പോ ഈ 4 കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? 1, പടച്ചോനെ, ഞാൻ വെറും ഒരു അടിമ, വെറും ഒരു കൃമി, ഒന്നുമല്ല, നീയാണ് എന്റെ സംരക്ഷകൻ എന്ന് അല്ലാഹ് അങ്ങോട്ട് പുകഴ്ത്തണം. 2, നമ്മുടെ ബലഹീനത അങ്ങോട്ട് പറയണം, നമ്മുടെ ബലഹീനത പറയണം. 3, ഞാൻ ഇതെല്ലാം നിന്നെ അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്, നീ കൈകാര്യം ചെയ്തോളണം എന്ന് പറയണം. 4, നീ എന്നെ കൈവിട്ടാൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന പ്രയാസങ്ങളെ പറ്റി അല്ലാഹ്ക്കറിയാം, എങ്കിലും നമുക്കറിയാമെന്ന് അല്ലാഹ്ക്കറിയാം, എങ്കിലും നമ്മുടെ നാവ് കൊണ്ടൊന്ന് പറഞ്ഞു കൊടുക്കുക പടച്ചവനോട്. ഇതാണ് ഈ ദുആയിലുള്ള. ഏതൊക്കെയാ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആദ്യമായിട്ട് ഒരു മനുഷ്യന് ദുആരക്കുമ്പോ അവന് പറയേണ്ടത് റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ ഞങ്ങളുടെ രക്ഷിതാവാണ്, ഞങ്ങൾ ഒന്നുമല്ല, ഞങ്ങൾ വെറും അടിമകളാണ്, ഞങ്ങൾ വെറും ബലഹീനരാണ്, നീയാണ് ഞങ്ങളുടെ റബ്ബ്, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹനെ ഇങ്ങനെ പുകഴ്ത്തണം. ഫാത്തിഹയിൽ കണ്ടില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോകത്തിന്റെയും അനുഗ്രഹീതന്റെ ഗുണം ഹംദ് നിനക്കാണ്. അർ റഹ്മാനിർ റഹീം, നീയാണ് റഹ്മാൻ റഹീം. മാലിക് യൗമിദ്ദീൻ, നീയാണ് യൗമിദ്ദീൻ എന്ന ദിവസത്തിന്റെ അഥവാ പിന്നെ പരലോകത്തിന്റെ ഉത്തരവാദി നീയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. വഇയ്യാക നസ്തഈൻ, നിന്നോട് സഹായം തേടുന്നു. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അല്ലാഹനെ പുകഴ്ത്തിയിട്ട് ചോദിക്കുകയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അതാണ് ഇവിടെ പറഞ്ഞത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളൊന്നുമല്ല, ഞങ്ങളൊന്നുമല്ല, നീയാണ് എല്ലാം എല്ലാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമ്മതിക്കുക, നമ്മുടെ കുറവങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അല്ല, ഞാൻ വെറും പാപിയാണ്, ഞാൻ വെറും ദോഷിയാണ്, നിന്റെ അടിമകൾ ഏറ്റവും നിന്ദ്യൻ ഞാനാണ്, എനിക്കൊന്നുമില്ല പടച്ചോനെ, ഞാൻ വെറും ബലഹീനനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് അവനെ അങ്ങോട്ട് സ്തുതിക്കുക. ശേഷം നമ്മുടെ ബലഹീനത പറയുക. ഞാൻ പാപം ചെയ്തു, ഞാൻ കള്ളു കുടിച്ചു, ഞാൻ പരദൂഷണം പറഞ്ഞു, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു, എല്ലാം തുറന്നു പറയാൻ നമുക്ക് അല്ലാഹു മാത്രമേ ഉള്ളൂ. ഒരു മഖ്ലൂഖിന്റെ മുമ്പിൽ നമുക്കൊന്നും തുറന്നു പറയാൻ പാടില്ല. പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് വന്ന് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുന്ന കുമ്പസാരം ഇസ്ലാമിലില്ല. അങ്ങനെ ഏതെങ്കിലും ഒരാളോട് നമ്മൾ ചെയ്ത ഒരു പാപത്തെ പറ്റി പറഞ്ഞാൽ അവന്റെ പാപമല്ല പൊറുക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, ഞാൻ ഇന്ന പാപം ചെയ്തു എന്ന് പറഞ്ഞാൽ അവന്റെ പാപമല്ല പുറത്തു കൊടുക്കൂല. അവന്റെ പേര് മുജാഹിർ. മുജാഹിർ എന്താ? മുജാഹിർ വഇന്ന മിനൽ മുജാഹറ, ഈ പരസ്യമാക്കുന്നവൻ എന്ന് പറയുന്നത് രാത്രി ഒരു തെറ്റ് ചെയ്തു, ഖദ് സത്തറല്ലാഹു, അത് അല്ലാഹ് മറച്ചു വെച്ചു, ആരും അറിഞ്ഞില്ല. നേരം വെളുത്തപ്പോൾ അവന്റെ കൂട്ടുകാരോട് ചെന്നിട്ട് പറഞ്ഞു, ഖദ് ഫഅൽതുൽ ബാരിഹത കദാ കദാ, ഇന്നലെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. ഇവനെ അല്ലാഹ് അറിയിക്കാതെ മറച്ചു വെച്ചതാണ്. അല്ലാഹു മറച്ചു വെച്ച ഒന്നിനെ നേരം പുലർന്നപ്പോ ഇവൻ തന്നെ കൂട്ടുകാരനോട് വിളമ്പി കൊടുത്തു. ഇവന്റെ പാപം അല്ലാഹ് പൊറുക്കൂല. വേറെ എന്ത് പാപം ചെയ്താലും അല്ലാഹ് പൊറുക്കുമെന്ന് മഹാനായ മുസ്തഫായ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ ളുഅഫ്, നമ്മുടെ ബലഹീനത അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഒരു മഖ്ലൂഖിന്റെ മുൻപിലും കുമ്പസരിക്കാൻ പാടില്ല. ആരോടും പറയരുത്,
ആരോടും പറയരുത്. എന്റെ പാപം പൊറുക്കാൻ ദുആരക്കി ഉസ്താദേ, ആരോടും പറയാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉംറയ്ക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തൻസാനി മിൻ ദുആയിക യാ ഉമർ. ഉമറേ, ഉംറയ്ക്ക് പോകുമ്പോ എന്നെ ദുആയിൽ മറക്കല്ലേ. ആരാ പറഞ്ഞു വിടുന്നത്? സഹീഹായ ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഉംറയ്ക്ക് പോകുമ്പോ എന്നെ മറക്കല്ലേ ഉമറേന്ന്. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ഞാൻ കണ്ടു അവരുടെ ഖബർ. മിസ്റിലെ മാണിക്യമാണ് അവര്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ പള്ളിയിലെ മുത്തഅല്ലിമീങ്ങളെ വിളിച്ചിട്ട് ഈജിപ്ത് പള്ളിയിലെ ഖതീബായിരുന്ന മുദരിസായിരുന്ന മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നഫീസത്ത് രോഗം വരുമ്പോ മിസ്റിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് നഫീസ ബീവിയോട് ചെന്നിട്ട് പറ, എനിക്ക് സുഖമില്ല എന്ന് പറ, ദുആരക്കാൻ പറ. ഒരു പെണ്ണാണ്. വലിയവൻ ചെറിയവനോട് ദുആരക്കാൻ പറയാം. മുത്തു നബി ഉമർ തങ്ങളോട് ദുആരക്കാൻ പറഞ്ഞു. ആണ് പെണ്ണിനോട് ദുആരക്കാൻ പറയാം. ഷാഫി ഇമാം, നമ്മുടെ ഇമാം നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളെ പറഞ്ഞു വിടുന്നു. മക്കളെ, ചെന്നിട്ട് പറ, എനിക്ക് തീരെ സുഖമില്ല എന്ന് പറയാൻ. ശിഷ്യൻ ഓടിച്ചെന്ന് ദുആരക്കാൻ പറയും. മഹദി ദുആരക്കും. ശിഷ്യൻ തിരിച്ച് പള്ളിയിലെത്തുമ്പോ ഉസ്താദ് എഴുന്നേറ്റിരിക്കും. അല്ലാഹു തആല ദുആ സ്വീകരിച്ച് ആഫിയത്ത് കൊടുത്തു. ഒരിക്കൽ ദുആരക്കാൻ പറഞ്ഞു വിട്ടു. തിരിച്ചു വന്നപ്പോ ഉസ്താദ് കിടക്ക് തന്നെ. ഉസ്താദ് ചോദിച്ചു, മോനെ നീ ദുആരക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു ഉസ്താദെ. എന്താ അവര് പറഞ്ഞത്? അള്ളാന്റെ വജ്ഹ് കാണാൻ സമയമായെന്ന് പറയാൻ പറഞ്ഞു. ഷാഫി ഇമാം പറഞ്ഞു, മരിക്കാറായെന്നായി പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ മരണം അടുത്തുന്നതിന്റെ അർത്ഥം. അപ്പൊ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ദുആരക്കാൻ പറയാം, അതൊന്നും എതിരല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത ഒരു തെറ്റും ഒന്നും ആരോടും പറയരുത്. ഖാലിഖായ അല്ലാഹ് മാത്രമേ അറിയാവൂ. അതാണ് ലലംനാ. പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു, ഒറ്റയ്ക്ക് കൊണ്ട് പറ, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു. നിനക്കറിയുമല്ലോ റബ്ബേ, ആരും അറിഞ്ഞില്ല ഇതുവരെ, നീ ആരെയും അറിയിച്ചില്ല, ഞാൻ അത്രയും വലിയ പാപിയാ റബ്ബേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടി അള്ളാഹുവിനോട് പറയണം. 2. ഇനി മൂന്നാമത്തതോ, അള്ളാഹുവിനെ അങ്ങോട്ട് ഏൽപ്പിക്കണം. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ തഗ്ഫിർ ലനാ, നീ മറച്ചു വെച്ചില്ലെങ്കിൽ, വതർഹംനാ, നീ കരുണ കാണിച്ച് പുറത്തു തന്നില്ലെങ്കിൽ, നീ എന്റെ ഈ പാപങ്ങളെ പുറത്തു തന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്, എല്ലാം നീ തന്നെ ശരിയാക്കണം, എന്നെ ഏൽപ്പിക്കരുത്. അങ്ങനെ അല്ലാഹയെ അങ്ങ് ഏൽപ്പിക്കണം നമ്മൾ ചെയ്തതൊക്കെ. 4-മത്തേത്, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ, നീ എനിക്ക് പുറത്തു നിന്ന് കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോയി പടച്ചോനെ, അതുകൊണ്ട് നീ എന്നെ രക്ഷപ്പെടുത്തണം. അപ്പോ ഭൂമിയിൽ ആദ്യത്തെ ദുആ ഈ ദുആയാണ്. ഈ ദുആയിൽ 4 കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ ദുആ സ്വീകരിക്കുന്നതിന്റെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. 1 റബ്ബനാ, അല്ലാഹുവിനെ പുകഴ്ത്തുക. 2 ലലംനാ, നമ്മുടെ ബലഹീനതയെ വിവരിക്കുക. 3 വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹനെ അങ്ങോട്ട് ഏൽപ്പിക്കുക. 4-മത്തേത് ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഈ ദുആ സ്വീകരിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന റിയാക്ഷൻ, അതിന്റെ പരിണിത ഫലം, അതിനെ അല്ലാഹുവിന്റെ മുമ്പിൽ എനിക്ക് ബോധ്യമായെന്ന് അങ്ങോട്ട് വിവരിച്ചു കൊടുക്കുക. അപ്പോൾ അല്ലാഹു തആല ദുആ സ്വീകരിക്കും, ഉറപ്പാണ്. ഈ പ്രാർത്ഥന നമ്മൾ ചെയ്ത് റബ്ബനാ ലലംനാ എന്ന് പറയുമ്പോൾ ഒരു നിമിഷം നന്നായിട്ട് മനസ്സിൽ ചെയ്ത പാപങ്ങളെ കൊണ്ടുവരണം. റബ്ബനാ ലലംനാ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും ഖൽബിൽ കൊണ്ടുവരണം. എന്നിട്ട് പറയണം, വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ പുറത്തു തന്ന് എന്നോട് കരുണ കാണിച്ചില്ലെങ്കിൽ ഞാൻ പെട്ടുപോകും അല്ലാഹ്. എന്റെ റബ്ബ് നിങ്ങളുടെ റബ്ബാരാ? ഉമ്മാക്ക് മകനോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി, ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി. 5 സ്വന്തം മകനെ, പൊന്നുമോനെ, ഭർത്താവിന്റെ ഉമ്മയെ, ഭർത്താവിന്റെ ജ്യേഷ്ഠനെ, ഭാര്യയെ ക്രൂരമായിട്ട് ചരിത്രത്തിൽ അതുല്യമായ നിലയിൽ ചുറ്റിക കൊണ്ടടിച്ച് കൊന്നുകളഞ്ഞ മോൻ. ആ മോനെ പറ്റിയിട്ട് ഉമ്മ പറയുന്നു, എനിക്കിനി അവനെ ഉള്ളൂ, തുറന്നു വിട്ടതാ സാറേ. എന്തോ ആവട്ടെ, അത് നമുക്കറിയില്ല, അന്ന് നമ്മൾ പറയേണ്ട കാര്യങ്ങളല്ല. എന്നാലും ഒരു ഉമ്മ പറയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. മദ്രസയിലൊക്കെ പഠിക്കുമ്പോ ഉമ്മാന്റെ കരളെടുത്തുകൊണ്ട് പോകുന്ന മകൻ, ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് ഉമ്മായെ കൊന്നിട്ട് ഉമ്മാന്റെ കരളെടുത്തു കൊണ്ടുവരുന്ന ഒരു മകൻ.
അതിനൊരു കവിതാ രൂപത്തിൽ അന്ന് ഞാൻ മദ്രസയിൽ പഠിച്ച സമയത്ത് ഒരാള് പള്ളി മദ്രസയിൽ കൊണ്ടുവന്ന് ആ കവിത ഇങ്ങനെ പാടിയിട്ട് ഉമ്മയുടെ മഹത്വം പഠിപ്പിച്ചെന്നതാണ്. ഭാര്യ പറഞ്ഞു, എന്റെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉമ്മായെ കൊല്ലണം, കൊന്നോളാന്ന് പറഞ്ഞു. പോരാ, ഉമ്മാന്റെ കരളെടുത്തിട്ട് കൊണ്ടുപോവാ എന്റെ മുമ്പില്. അവസാനം പോയി ഉമ്മയെ കൊന്നു. എന്നിട്ട് ഉമ്മാന്റെ കരള് പറിച്ചെടുത്തു. എന്നിട്ട് ഭാര്യ അടുക്കലേക്ക് ഓടുകയാണ്. ആ സമയത്ത് കയ്യിലിരുന്ന് തുടിക്കുന്ന കരള് പറഞ്ഞു, മോനെ പതുക്കെ ഓട്, പതുക്കെ ഓട്, മറിഞ്ഞു വീടരുത്, നീ മറിഞ്ഞു വീടരുത്. ഉമ്മാന്റെ കരള് ഈ കൊലപാതകിയുടെ കയ്യിലിരുന്നിട്ട് മോനോട് പറയാ, നീ പതുക്കെ ഓടടാ, നീ എന്നെ കൊന്നില്ലേ, എന്റെ കരളെടുത്തില്ലേ, നീ നിന്റെ ഭാര്യ എടുത്ത് ഓടുകല്ലേ, പതുക്കെ ഓട്, നീ മറിഞ്ഞു വീണാൽ എനിക്ക് സഹിക്കൂല എന്ന് തുടിക്കുന്ന കരള് ഘാതകനായ മകന്റെ കയ്യിലിരുന്ന് പറഞ്ഞു എന്ന കവിത നിങ്ങൾ നോക്കിയേ. ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹം ചെറുതല്ല, ആ സ്നേഹത്തിന്റെ 100 ഇരട്ടി സ്നേഹം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞതാണ്. 100 ഇരട്ടി. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അള്ളാഹ്ക്ക് അവന്റെ അടിമകളോടുണ്ട്. എന്നോട് എന്റെ ഉമ്മാക്കുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടി എന്റെ റബ്ബിന് എന്നോടുണ്ട്. എന്ത് ഉമ്മ, എന്ത് വാപ്പ, എന്റെ അള്ള കഴിഞ്ഞേ ഉള്ളൂ എല്ലാം, എന്റെ റബ്ബ് കഴിഞ്ഞേ ഉള്ളൂ എല്ലാം. അതുകൊണ്ട് അള്ളാഹുവിന് നമ്മോടുള്ള സ്നേഹം ചെറുതല്ല. അതുകൊണ്ട് ഉമ്മ അടുത്ത് എന്നിട്ട് പറയാം, ഉമ്മ ഞാൻ ചെയ്തു പോയി, ഉമ്മ എന്ത് ചെയ്യാനാ, ഉമ്മ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ ഉമ്മ പറയും, പോട്ടെ മോനെ, എന്റെ കുഞ്ഞിനൊരു തെറ്റ് പറ്റിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറയും. ആ പറയുന്ന ഉമ്മാന്റെ 99 ഇരട്ടി സ്നേഹവും താല്പര്യവും ജാഗ്രതയും ഖാലിഖായ റബ്ബിന് അടിമകളായ നമ്മളോടുണ്ടെങ്കിൽ പറ, രാത്രി ചെയ്തു പോയ പാപങ്ങൾ പറ, അള്ളാഹുവിനോട് തുറന്ന് പറ, ഒറ്റയ്ക്കിരുന്ന് പറയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി ഫലപ്രദമാക്കി എടുക്കണം. ഈ രാത്രി നമ്മുടെ ജീവിതത്തിന്റെ മാറ്റുരയ്ക്കുന്ന, അഥവാ നമ്മുടെ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്ന, ഒരു ഗതിവിഗതി നിയന്ത്രിക്കുന്ന ഒരു രാത്രിയായി ഇന്ന് മാറണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പിതാവ് യഅഖൂബ് എന്ന പേരുള്ള, അദ്ദേഹത്തിന്റെ പേര് യഅഖൂബ് എന്നാണ്. ഹിബ്രു ഭാഷയിൽ അദ്ദേഹത്തിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. അതിന് അറബിയിലേക്ക് മാറ്റുമ്പോൾ അബ്ദുള്ള എന്നാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയാണ്, അതിന്റെ അറബി അബ്ദുള്ള എന്നാണ്. മലയാളത്തിൽ അള്ളാഹുവിന്റെ ദാസൻ എന്നാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് 12 മക്കൾ. ബിന്യാമീനും യൂസുഫും അലൈഹിമുസ്സലാത്തു വസ്സലാം അടങ്ങുന്ന 12 മക്കൾ. 4 ഭാര്യമാരാണ് എന്നാണ് ഓർമ്മ. ആ 12 പരമ്പരയ്ക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. അതായത് യാക്കൂബ് നബിയുടെ സന്താന പരമ്പരയെന്ന്. മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഈ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടക്കമുള്ള 12 ഗോത്രങ്ങൾക്ക് 12 പാത അള്ളാഹു ചെങ്കടലിൽ വെളിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം ചരിത്രത്തിൽ വളരെ ഇടം പിടിച്ച ഒരു പ്രവാചകനാണ്. ആ യൂസുഫ് നബി അലൈഹിസ്സലാം അല്പം സൗന്ദര്യം അല്ലാഹു തആല അധികം കൊടുത്തു എന്നതിന്റെ പേരിൽ വാപ്പ യാക്കൂബ് നബിക്ക് സഹജമായി മറ്റു മക്കളോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ അനുകമ്പയും ദയയും താല്പര്യവും ഇളയ മകനാണെന്നുള്ള നിലയിൽ ആ മൊഞ്ചനായ യൂസുഫ് നബിയോട് അധികം കാണിച്ചു. തങ്ങളുടെ വാപ്പയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് യൂസുഫിനെ കൊല്ലാൻ തീരുമാനിച്ചു. യൂസുഫ് നബിയോട് വേറെ വൈരാഗ്യമൊന്നും ജ്യേഷ്ഠന്മാർക്കില്ല. വാപ്പയുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്ന ഭയം മാത്രമേ ഉള്ളൂ. അങ്ങനെ കൊല്ലണ്ടെന്ന് ഒരാൾ പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്നും ഒഴിവാക്കാം. അങ്ങനെ എല്ലാവരും ഏകോപിച്ച് തീരുമാനിച്ചു, ഏകകണ്ഠമായി തീരുമാനിച്ചു. പൊട്ടക്കിണർ എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമാണെന്ന് അർത്ഥമേ ഉള്ളൂ, അല്ലാതെ വെള്ളമില്ലാത്ത കിണറെന്നല്ല. കാരണം പിന്നീട് അതുവഴി വന്ന കാഫില കൂട്ടങ്ങൾ വെള്ളം കിട്ടാതെ വന്നപ്പോൾ തൊട്ടിയും കയറും ഇറക്കിയിട്ട് വെള്ളം കോരിയപ്പോഴാണ് തൊട്ടിയിൽ കുട്ടിയെ കണ്ടത്. വെള്ളം ഇല്ലെങ്കിൽ പിന്നെ തൊട്ടി ഇറക്കേണ്ട കാര്യമില്ല. വെള്ളമുണ്ടായിരുന്നു എന്നും അദ്ദേഹം വെള്ളത്തിന്റെ മധ്യഭാഗത്ത് രൂപപ്പെട്ട പാറയിൽ അള്ളിപ്പിടിച്ചിരുന്നു എന്നും അവിടെ ഇരുന്നു കൊണ്ട് ലാ സാഹിബ ഇല്ലല്ലാഹ് ലാ റഫീഖ ഇല്ലല്ലാഹ്
എന്റെ കൂട്ടുകാരൻ എന്റെ റബ്ബാൻ, എന്റെ സമീപസ്ഥൻ എന്റെ റബ്ബാൻ എന്ന ദിക്ർ ചൊല്ലിയിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം പൊട്ടക്കിണറിൽ നിന്ന് അടിമച്ചന്തലയിലെ വിൽപ്പന ചരക്കായി മാറി. വിൽപ്പന ചരക്കായി മാറുമ്പോൾ ഈജിപ്തിലെ മന്ത്രി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വില കൊടുത്ത് ഏതാനും ദറാഹിമുകൾ, കുറച്ച് ദിർഹമുകൾ കൊടുത്തിട്ട് വാങ്ങി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുപോയി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കൊട്ടാരത്തിൽ വളർത്തി. അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായിക്കൊണ്ട് സലീഖ എന്ന പേരുള്ള മന്ത്രി പത്നി വല്ലാതെ മോഹിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് മോഹിച്ച സലീഖ ആരുമില്ലാത്ത സമയത്ത് യൂസുഫ് നബിയെ കടന്നു പിടിച്ചു തന്റെ ശരീരത്തിന്റെ ദാഹം തീർക്കാൻ. പക്ഷേ യൂസുഫ് നബി അലൈഹിസ്സലാം കുതറി ഓടി, പുറത്ത് ചാടി. പക്ഷേ പെണ്ണിന്റെ ചതി എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ട് ചതി ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് കൈദു ശൈത്താൻ, രണ്ട് കൈദുൽ മർഅത്ത്. ഒന്ന് പെണ്ണിന്റെ ചതി, രണ്ട് ശൈത്താന്റെ ചതി. ശൈത്താന്റെ ചതിയെ പറ്റി എന്താ ഖുർആൻ പറഞ്ഞെന്നറിയോ? ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ. ശൈത്താന്റെ ചതി ബലഹീനമാണ്. ശൈത്താന്റെ ചതി ബലഹീനമാണ്. പക്ഷേ ഇന്ന കൈദകുന്ന അലീം, പെണ്ണിന്റെ ചതി അമ്പമ്പോ ഭീകരമാണ്. ഖുർആൻ പെണ്ണിന്റെ പിറകെ ഞൊണ്ടി നിന്നാൽ തെണ്ടി, മിണ്ടി കഴിഞ്ഞാലുണ്ട് കുണ്ടാമണ്ടി. അതാണ് പെണ്ണിന്റെ പിറകെ ഞൊണ്ടി നിന്ന തെണ്ടി, മിണ്ടിക്കഴിഞ്ഞാലുണ്ട് കുണ്ടാമണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന കൈദ ശൈത്താനി കാന ലഈഫ എന്ന ശൈത്താന്റെ ചതിയെ അല്ലാഹ് പറഞ്ഞപ്പോ ഇന്ന കൈദകുന്ന അലീം എന്ന് പെണ്ണിന്റെ ചതിയെ പറഞ്ഞു. ചതിക്കപ്പെട്ട് ജയിലിലായി യൂസുഫ് നബി അലൈഹിസ്സലാം. ജയിലിലായി യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ നിന്ന് പുറത്തു വന്നു. അവസരം ഉപയോഗപ്പെടുത്തി പുറത്തു ചാടിയതല്ല. അവസരം ഒത്തിരി ഉണ്ടായിരുന്നു. അവസരമല്ല, അഭിമാനമാണ് വലുതെന്ന് തെളിയിച്ച് അവസാനം കോടതി എന്താണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ തെറ്റെന്ന് പഠിച്ച് കോടതി പരിപൂർണ നിരപരാധിയാണെന്ന് വിധി എഴുതി അദ്ദേഹം പുറത്തു വന്നു. പുറത്തു വന്ന അദ്ദേഹം ഈജിപ്തിലെ വലിയ രാജാവായി മാറുന്നു. ആ സന്ദർഭത്തിൽ പണ്ടുകാലത്ത് കണ്ട സ്വപ്നത്തിന്റെ 50 വർഷമായി. 50 വർഷം മകനെ നഷ്ടപ്പെട്ട യാക്കൂബ് നബിക്ക് ആ മകനെ അല്ലാഹ് തിരിച്ചു കൊടുത്തതിന്റെയും നഷ്ടപ്പെട്ടതിന്റെയും ഇടയിൽ 50 കൊല്ലം ഉണ്ടായിരുന്നെന്നാണ്. അവസാനം വാപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും വന്ന് കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ അവര് പഞ്ചപുച്ഛ മടക്കി നിന്നു. ആ സമയത്ത് അല്ലാഹ് അറിയിച്ചു, ചെറിയ പ്രായത്തിൽ അങ്ങ് വാപ്പയോട് പറഞ്ഞ ഒരു കിനാവുണ്ടല്ലോ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും യൂസുഫ് നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു എന്ന് കണ്ടില്ലേ? അത് കണ്ട് വാപ്പയോട് പറഞ്ഞപ്പോഴാണ് നീ ആരോട് പറഞ്ഞാലും നിന്റെ സഹോദരങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞത്. കാരണം അനുഗ്രഹത്തിന്റെ ശത്രുക്കൾ കുടുംബത്തിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അയൽവാസിക്കല്ല കുശുമ്പും അസൂയുള്ളത്, സ്വന്തം കുടുംബത്തിലാണ്. അപ്പൊ അതുകൊണ്ട് നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞാലും പൊന്നാരമോ യൂസുഫെ നിന്റെ സഹോദരങ്ങളുടെ അടുത്ത് പറയരുത്. അത് വാപ്പാക്ക് മക്കളോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പിന്നീട് റേഷൻ വാങ്ങാൻ പോയപ്പോഴ് 10 മക്കളോടും പറഞ്ഞു, ബിന്യാമീൻ യൂസുഫ് നബിയുടെ അടുത്ത, യൂസുഫ് നബി അധികാരിയാ. ഇതൊന്നും അറിയാതെ റേഷൻ വാങ്ങാൻ 10 മക്കളെയും വിട്ടപ്പോ വാപ്പ എന്താ പറഞ്ഞേ? നിങ്ങള് ഒരു വാതിലൂടെ ചെന്നങ്ങ് കയറരുത് റേഷൻ വാങ്ങാൻ, കാരണം കണ്ണ് കിട്ടും. കണ്ണേറുണ്ടോ? കണ്ണേറുണ്ട്. ഖുർആൻ തന്നെ പറയാൻ. യാക്കൂബ് നബി 10 മക്കളോടും പറയാണ്, നിങ്ങളെല്ലാം ഒന്നിനൊന്ന് കാണാൻ മൊഞ്ചന്മാരാ, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഈ 10 മക്കളോടും വാപ്പ യാക്കൂബ് നബി പറയാണ്, റേഷൻ വാങ്ങാൻ വേണ്ടി എല്ലാം കൂടെ ഒരുമിച്ചൊരു വാതിലൂടെ ചെന്നങ്ങ് കയറി കൊടുക്കരുത്, ആളുകളുടെ കണ്ണ് കിട്ടും.
അതുകൊണ്ട് നിങ്ങൾ വ്യത്യസ്തമായ വാതിലൂടെ വേണം കയറാൻ അകത്ത് എന്ന് പറഞ്ഞത് മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, വാപ്പാക്ക് സ്നേഹമാണ്. പക്ഷേ യൂസുഫ് നബിയെ ചതിക്കുമെന്ന് അള്ളാഹു യാക്കൂബ് നബിക്ക് ദിവ്യബോധനം നൽകിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരിയായി ആ സന്ദർഭത്തിൽ യൂസുഫ് നബിയുടെ ഒരു ദുആ, യൂസുഫ് നബിയുടെ ദുആ, ആ ദുആയുടെ അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇത്രയും പറഞ്ഞാലേ നമുക്ക് മനസ്സിലാകൂ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ഉണർത്തിയെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യൂസുഫ് നബിയുടെ ദുആ ഏതാണ്? ആ ദുആ ഒരു നബിയാണ് ദുആ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കണം. യൂസുഫ് നബിയുടെ ദുആ, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഈ ദുആ തുടങ്ങുന്നത് ഫാത്തിറ സമാവാതി മുതലാണ്. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്, എനിക്ക് ഈജിപ്തിന്റെ അധികാരം നീ എനിക്ക് തന്നു. വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനുള്ള ജ്ഞാനം എനിക്ക് തന്നു. ഫാത്തിറ സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹ്. അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, വിണ്ണിലും മണ്ണിലും മികത്തിലും പരത്തിലും ദുനിയാവിലും ആഖിറത്തിലും ഭൂമിയിലും ആകാശത്തിലും ഇവിടെയും അവിടെയും നീയാണ് എന്റെ സംരക്ഷകൻ. അതുകൊണ്ട് റബ്ബേ തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമാക്കി നീ മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സാലിഹീങ്ങളോടൊപ്പം നാളെ ചേർത്ത് നിർത്തണം. ദുആയുടെ പവർ നിങ്ങൾ ആലോചിച്ചേ. ഇത് ആരാ ദുആരക്കുന്ന മുസ്ലിമായിട്ട് മരിക്കാൻ? ഒരു നബി, ഒരു നബിയുടെ മകൻ, ഒരു നബിയുടെ സഹോദരൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. യൂസുഫ് നബി അലൈഹിസ്സലാം ദുആരക്കാണ്, പടച്ചോനെ നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം, മുസ്ലിമീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നീ എന്നെ ചേർത്ത് നിർത്തണം നാളെ പരലോകത്ത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം ദുആർ എന്ന ശൈലി നമ്മൾ അവലംബിക്കണം. അതിനാ ഇത് പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു റബ്ബന, ആദ്യം നമ്മുടെ രക്ഷിതാവിനെ വിളിക്കുകയാണ്. ഇവിടെ നോക്ക്, റബ്ബി, പടച്ചവനെ എന്റെ രക്ഷിതാവേ. എന്നിട്ട് ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ്, എനിക്ക് അധികാരം തന്നു, വിവരവും തന്നു. എനിക്ക് അധികാരം തന്നു, വിവരവും തന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകളെ എടുത്തു വെച്ചിട്ട് വേണം നമ്മൾ ദുആരക്കാൻ. അല്ലാഹുവേ, നീ എനിക്ക് തന്ന ചെറിയ കാര്യമാണോ? കുടിക്കാൻ വെള്ളമില്ലാത്ത ആളുകൾ ഉണ്ടാകുമ്പോ, കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്ത ആളുകൾ ഉണ്ടാകുമ്പോ, എന്നെ ഒരു സഹോദരൻ മെസ്സേജ് അയച്ചിട്ട്, ഞാൻ ആളെന്നും പറയില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് നാളെ കാണാൻ പോവാണ്. അതായത് ചെറിയ ആളൊന്നുമല്ല, ചെറിയ ആളെ അല്ല. അദ്ദേഹം എന്നോട് എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, കിറ്റ് ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഒരു കിറ്റ് എനിക്ക് തരണം, ഒരു കിറ്റ് എനിക്ക് തരണം. അത് ആരെങ്കിലും കൊടുക്കുന്നെങ്കിൽ ഉസ്താദ് ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ എനിക്കൊരു കിറ്റ് തരണം എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന് കിറ്റ് കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയും അതിനുള്ള വിദ്യാഭ്യാസവും അതിനുള്ള എല്ലാ പദവിയും ഉണ്ടായിരുന്ന ആളാ. അദ്ദേഹം വോയിസിൽ എന്നോട് പറയുന്നു, ഒരു കിറ്റ് എവിടെന്നെങ്കിലും ആരെങ്കിലും തരുന്നെങ്കിൽ അതെനിക്കൊന്ന് തരണം. ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. നമ്മുടെ വീട്ടിൽ ഒരു കുറവും ഇല്ലല്ലോ. വെറുതെ പറയുന്നതല്ല, ഒന്നിനും ഒരു കുറവില്ല. ആ രീതിയിൽ പടച്ചോ നമുക്ക് നിയമത്തുകൾ തന്നിട്ടുണ്ട്. എടുത്തങ്ങോട്ട് അള്ളാഹുവിനോട് പറയണം, പടച്ചോനെ വണ്ടിക്ക് വണ്ടി, വീടിന് വീട്, കാറിന് കാറ്, അതുപോലെ തന്നെ ഉദ്യോഗത്തിന് ഉദ്യോഗം, പെൻഷന് പെൻഷൻ. എത്ര പെൻഷൻ? 50,000, 1 ലക്ഷം. വിയർക്കുന്നുണ്ടോ? അനങ്ങുന്നുണ്ടോ? അള്ള തന്ന ഫളിലല്ലേ സഹോദരങ്ങൾ.
സഹോദരങ്ങളെ, ഇതൊക്കെ അള്ളാഹു ഇങ്ങോട്ട് തന്നു. ലാഭം, ഇഷ്ടംപോലെ കച്ചവടം, ഇതൊക്കെ അള്ളാഹു നമുക്ക് അങ്ങോട്ട് തരുമ്പോ റബ്ബേ ഇതൊക്കെ നീ എനിക്ക് തന്നു, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എനിക്കിതൊന്നും അല്ല വേണ്ടത്, നീ തന്നതൊക്കെ അൽഹംദുലില്ലാ, എനിക്ക് വേണ്ടത് മുസ്ലിമായി മരിക്കലാണ് എന്ന് അല്ലാഹുവോട് പറയണം. അതാണ് ദുആയുടെ പവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു ദുആ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. അല്ലാഹ് തന്ന നിഅമത്തുകളൊക്കെ അങ്ങോട്ട് പറ, എന്നിട്ട് റബ്ബിനോട് പറയണം, പടച്ചവനെ നീ അത് തന്നു, ഇത് തന്നു, എല്ലാം തന്നു, ചോദിച്ചതൊക്കെ തന്നു, ഒന്നിനൊരു കുറവ് നീ വരുത്തിയില്ല, എനിക്ക് അതൊന്നും അല്ല വേണ്ടത്, അതൊക്കെ നീ തന്നതിന് ഞാൻ കൃതാർത്ഥനാണ്, പക്ഷേ എനിക്ക് വേണ്ടത് മുസ്ലിമായി മരിക്കണം, എവിടെയെങ്കിലും കിടന്ന് ചത്തുപോകുന്നൊരവസ്ഥ വരാൻ പാടില്ല, എനിക്ക് മുസ്ലിമായി മരിക്കണം എന്ന് പടച്ചവനോട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ ഈമാൻ തെറ്റിപ്പോകാൻ, മരണം മോശമാകാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്ന് യൂസുഫ് നബി പറയാതെ പറഞ്ഞു വെക്കുകയാണ്. ഏതൊക്കെയാണ്? ഒന്ന് അധികാരം കിട്ടിയ ചിലപ്പോ ചത്തുപോകും, അധികാരം കിട്ടിയ ചിലപ്പോ ചത്തുപോകും. അധികാരം കിട്ടിയാൽ കിട്ടുന്നത് വരെ തൊഴു കൈകളോടെ വന്നിട്ട് കാല് പിടിക്കും. അധികാരം കിട്ടിയാൽ നമ്മളെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ വീട്ടിലെ ഹോളി ആഘോഷത്തിന് പോയപ്പോ തീപിടുത്തം ഉണ്ടായി. ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ വന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചപ്പോ വീട്ടിനകത്ത് കയറാൻ വയ്യ. എന്താ? പാമ്പല്ല, വീട്ടിനകത്ത് മൊത്തം പണം, മൊത്തം നോട്ട് കൊട്ടാരം വീട്ടിനകത്ത്. സുപ്രീം കോടതി അനൗദ്യോഗികമായി, അസാധാരണമായി ജഡ്ജിമാരെ മുഴുവനും വിളിച്ചുകൂട്ടി. എന്നിട്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജഡ്ജിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ഉദ്യോഗസ്ഥർ ഒരൊറ്റ ഉൾട്ട, ഞങ്ങൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും പ്രഥമ ഇരിക്കുന്ന ആ പാത്രത്തിനകത്ത് കൈയിട്ടാൽ നേരെ കൊണ്ടുവന്ന് കഴുകലല്ല, നക്കല പഴി അല്ലേ? ചക്കരക്കുടത്തിൽ കൈയിട്ട നക്കും. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്, യാതൊരു സംശയമില്ല. 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട ഒരേ ഒരു അമേരിക്കൻ പൗരനാണ് ട്രംപ്. അറിയോ? 2 തവണ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ട അമേരിക്കയുടെ ചരിത്രത്തിലെ ഒരു ട്രംപ് ശതകോടീശ്വരനാണ്. അഹമ്മദാബാദില് ഇയാൾ കഴിഞ്ഞ ഭരണത്തിരിക്കുന്ന സമയത്ത് വൈറ്റ് ഹൗസിൽ നിന്ന് അഹമ്മദാബാദിലെ ഗുജറാത്തിൽ വന്നപ്പോ 3 ചാർട്ടേഡ് വിമാനം വന്നു. ഒന്നില് കിച്ചൺ, ഒന്നില് ബാത്റൂം, ഒന്നില് വാഷിംഗ് മെഷീൻ. ഇയാളുടെ കോട്ടൺ സൂട്ട് ഒന്നും വേറെ ഒന്നിലും അലക്കൂല. വൈറ്റ് ഹൗസിൽ നിന്ന് വന്നു ചാർട്ടേഡ് വിമാനം. ഇയാൾക്ക് തിന്നാനുള്ള ഭക്ഷണം വേറെ ഒരു സ്റ്റൗവിലും വേവൂല. വൈറ്റ് ഹൗസിൽ നിന്ന് കൊണ്ടുവന്നു സാധനം. ഇയാള് വെളിക്കിറങ്ങുന്നത് വേറെങ്ങും പോവൂല, സ്വർണ്ണാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് വേറൊരു ചാർട്ടേഡ് വിമാനം വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം അമേരിക്കയുടെ ചരിത്രത്തിൽ യാത്രയയപ്പ് നൽകാത്ത ഒരേ ഒരു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അറിയോ? അയാളെ വന്ന വഴിക്ക് പറഞ്ഞു വിട്ടു. കായില്ലാത്തവൻ കോഴിക്ക് നിൽക്കുന്നത് പോലെ നിൽക്കേണ്ടി വന്നു. പക്ഷേ അയാളുടെ ആ ഒരു വീറ്റോ പവർ കൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വന്നു. വന്നിട്ട് ഗസ മുനമ്പ് മുഴുവനും നരകമാക്കുമെന്ന് പറഞ്ഞു തീരുമ്പോ അല്ലാഹു തആല ആ അമേരിക്കയുടെ പ്രാന്തപ്രദേശങ്ങളെ നരകമാക്കി. അല്ലാഹു തആല ഓടി അണയ്ക്കാൻ കഴിയാതെ. പക്ഷേ അധികാരത്തിന്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട, ഒരുപാട് കരഞ്ഞുപോയി കണ്ടിട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെബ്രുവരി 20-ാം തീയതി ഭാര്യയുടെ ജനന തീയതി, ഫെബ്രുവരി 20-ന് ഭാര്യയുടെ ജന്മദിനം. അതേ ഫെബ്രുവരി 20-ാം തീയതി തനിക്ക് ആദ്യത്തെ ഒരു ആൺകുഞ്ഞ് പിറന്നു. ആ ആൺകുഞ്ഞ് പിറന്നു. ഭാര്യയുടെയും തനിക്ക് പിറന്ന ആൺകുഞ്ഞിന്റെയും ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത് 1 ഫെബ്രുവരി 20 കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞു. മാർച്ച് തുടങ്ങി. മാർച്ച് 19-ാം തീയതി, ഈ മാസം 19-ാം തീയതി അപകടങ്ങൾ മണത്തിട്ട് ഭാര്യയും മകനെയും വേറെ ഒരു പ്രദേശത്ത് കൊണ്ടുവന്നാക്കിയ പ്രിയപ്പെട്ട സഹോദരൻ. ഈ മാർച്ച് 19-ന് പ്രിയപ്പെട്ട ഭാര്യയും മകനും 29 ദിവസം പൂർത്തിയാകുമ്പോൾ രക്തസാക്ഷികളായിരിക്കുന്നു.
ആ കുഞ്ഞിനെ എടുത്തിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഫലസ്തീനിലെ പാവപ്പെട്ട സഹോദരന്റെ ഫോട്ടോ കണ്ടിട്ട് ചങ്ക് തകർന്നുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അധികാരം കയ്യിൽ കിട്ടുമ്പോ അവസാനം ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് നബി പറഞ്ഞത്, പടച്ചോനെ നീ എനിക്ക് ഈജിപ്തിലെ അധികാരം തന്നു, എനിക്ക് അതൊന്നും അല്ല വലുത്, എനിക്ക് മുസ്ലിമായി മരിക്കണം. അതുപോലെ വിവരം കൂടിയാൽ ചിലപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ ആയിരിക്കും അവസാനം ഉണ്ടാവുക. അറിയില്ലേ നമ്മുടെ മറ്റേ കക്ഷി എന്താ, നമ്മുടെ ചേകന്നൂര്, ആരായിരുന്നു ചേകന്നൂരിന്റെ വിവരമൊന്നും കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മുഴുവൻ പണ്ഡിതന്മാര് ഓടിയാലും ചേകന്നൂരിനോടൊപ്പം എത്തൂല. അത്രയും വലിയ പാണ്ഡിത്യത്തിന്റെ വലിയ ആളായിരുന്നു ചേകന്നൂര് വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ വിവരം കൂടിയപ്പോൾ പിന്നീട് സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവർക്ക് ദഹിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു. വല്ലവന് വാവുറ വലിയ പണ്ഡിതനാണ്, ഇസ്മുൽ അഅ്ളം അറിയുന്ന പണ്ഡിതൻ, ലൗഹുൽ മഹ്ഫൂദില് എന്തൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന് തട്ടുകടയിൽ ഇരുന്നിട്ട് നോക്കി വായിക്കാൻ കെൽപ്പുള്ള പണ്ഡിതൻ, മൂസാ നബിയുടെ കാലക്കാരൻ. ആ ഹയവാനെ പറ്റി, ആ ഹയവാൻ എന്ന് പറഞ്ഞ വെറുതെ അല്ല, വെറും ഹയവാനല്ല, ഐനുൻ നജസായിട്ട് അല്ലാഹ് പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ്, അവൻ പട്ടിയാണ്, അവൻ നായാണ്. അല്ലാഹു തആല പറഞ്ഞ വാക്കാ ഖുർആനിൽ. അപ്പോ വിവരം കൂടുമ്പോ ചിലപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പടച്ചോനെ നീ അല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ്, നീ എനിക്ക് ഒരുപാട് വിവരം തന്നു, പക്ഷെ എനിക്ക് അതല്ല വേണ്ടത്, എനിക്ക് മുസ്ലിമായി മരിക്കണം. അതുകൊണ്ട് അല്ലാഹു ഒരുപാട് അറിവ് തരുമ്പോൾ സൂക്ഷിക്കണം. റസാനത്തുൽ ഇൽമി മൻ കാനത്തു തഖീലുഹു, റസാനത്തുൽ ഇൽമി മൻ കാനത്തു തഖീലുഹു യംശി യജ്രി ബിഹാ ഖാലിഅം മിഖ്ദാർ അഫ്ഖാലി. വെറുതെ ഹാഫിളായത്. റസാനത്തുൽ ഇൽമി മൻ കാനത്തു തഖീലുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉപമ ഇൽമു കൂടുമ്പോ എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നറിയോ? ഒരു മാവ് കൊണ്ട് നട്ടാൽ മാവിന്റെ ശിഖരങ്ങളിൽ മാമ്പഴമൊന്നും പിടിച്ചില്ലെങ്കിൽ ശിഖരം എങ്ങനെ തന്നെ നിൽക്കും. മാമ്പഴം പിടിക്കുന്നതനുസരിച്ച് ശിഖരം താന്ന് വരും. വാഴ നട്ട ഇങ്ങനെ നിൽക്കും, കൊല വന്നാൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അതാണ് പണ്ഡിതൻ. വിവരം കൂടുമ്പോ വിനയം ഉണ്ടാകണം. ഈ വിവരം കൂടുമ്പോ എന്താ സംഭവിക്കുക? ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, അല്ലാഹ് നീ വിവരമൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ പോരാ, എനിക്ക് മുസ്ലിമായി മരിക്കണം, എനിക്ക് സാലിഹീങ്ങളിൽ ചേരണം എന്ന് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് അധികാരവും എന്തെങ്കിലുമൊക്കെ അധികാരവും വിവരമൊക്കെ കൂടുമ്പോ നമുക്ക് ചിലപ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ദുആ ചെയ്യുക. യൂസുഫ് നബിയുടെ ദുആ, റബ്ബി ഖദ് അത്തൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇത്രയെങ്കിലും നമ്മൾ പഠിക്കണം. തവഫനി മുസ്ലിം വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അത്രയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. സൂറത്ത് യൂസുഫിന്റെ അവസാന ഭാഗമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 22-ാം രാവാണ്. ഇരട്ട രാവാക്കിയത് നമ്മളല്ല, പടച്ചോനാണ്. ലൈലത്തുൽ ഖദ്ർ തരുന്നതും അള്ളാഹുവാണ്. പടച്ചോൻ നോക്കും, ഇവൻ ഒറ്റ രാവിന് വന്നിട്ട് അടിച്ചോണ്ട് പോവാനാണോ അല്ല 10 മുക്കം പ്രതീക്ഷിക്കുന്നു എന്ന് പടച്ചോൻ നോക്കും, എന്നിട്ട് നമുക്ക് തരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നലത്തെ ഗൗരവത്തോടെ നാളത്തെ ഗൗരവത്തോടെ തന്നെ ഇന്നത്തെ രാത്രിയിലും തിരിച്ചു വരിക, ഇബാദത്തുകളിൽ പങ്കാളികളാകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.